ഹായ്, ഞാൻ സോളമൻ ഡോക്ടർ. ഞാൻ ഇന്ന് വന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് മുന്നും പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എങ്കിലും എൻ്റെ തന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് തോന്നിച്ചൊരു കാര്യമാണ്. അതായത് എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളെല്ലാം ഈ ദിലീപ്, നാദിർ ഷാ അങ്ങനെയുള്ളവരുടെ പ്രോഗ്രാമുകൾ നമ്മൾ തൃശ്ശൂർ ഒക്കെ അടുത്ത് പോയി കണ്ടിട്ട് ആ പ്രോഗ്രാമുകൾ ഇവിടെ അമ്പലങ്ങളിലും പള്ളികളിലും അതുപോലുള്ള സ്റ്റേജുകളിലൊക്കെ ഞങ്ങൾ പ്രോഗ്രാമുകൾ അവിടെ നിന്ന് കോപ്പി അടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ അവിടെ നിന്ന് ചിലപ്പോൾ ഒരു തുണ്ട് കടലാസിൽ എഴുതിയിട്ടൊക്കെയാണ് നമ്മളത് ഇവിടെ വന്നിട്ട് ഇവിടെ പ്രോഗ്രാം ചെയ്യാറ്. അന്ന് ഈ ദൂരദർശൻ അതുപോലെയുള്ള വളരെ കുറച്ച് ചാനലുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഒരുപാട് ചാനലുകളായി, ഒരുപാട് പ്രോഗ്രാമുകളായി. പക്ഷെ എന്നാലും നമുക്കെന്തെങ്കിലും അത്യാവശ്യത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കഴിവ് ഒന്ന് പ്രകടിപ്പിക്കാൻ പലപ്പോഴും ഞാനൊക്കെ ഒരുപാട് സ്ഥലത്തേക്ക് പോയി കോമഡി അവിടേക്ക് പോയിട്ട് നമുക്ക് അങ്ങോട്ട് നമ്മുടെ കഴിവ് കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യമില്ലാതെ ഇരിക്കാം, നമുക്കൊന്നും അങ്ങനെ ഈ പ്രോഗ്രാമിന് എത്തിപ്പെടാൻ നമ്മളൊന്ന് തല കാണിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എന്തെങ്കിലും ചെയ്യാൻ വരെ നമുക്ക് കിട്ടുന്നില്ല. ഇതേപോലെ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് പ്രോഗ്രാമുകൾ കഴിവുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും അവരുടെ കഴിവുകൾ ലോകം കാണുന്നതിന് വേണ്ടിയും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോഴും എല്ലാ ചാനലുകളും മറ്റുള്ളവരൊക്കെ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും അതുപോലെ ഒരു സംരംഭം അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തരായിട്ടുള്ള കഴിവുള്ളവർ അല്ലെങ്കിൽ ഈ ഭിന്നശേഷിക്കാർ അവർക്ക് ചെയ്യുന്ന അവർ വയ്യാതെ ഇരുന്നിട്ടും അവർ ചെയ്യുന്ന ആ വലിയ പ്രവൃത്തികൾ ഇതെല്ലാം നമ്മൾ ലോകം അറിയേണ്ടതാണ്. നമുക്ക് ബിഗ് സ്ക്രീനിൽ കൂടി കാണാൻ പറ്റിയില്ലെങ്കിലും ചെറിയ ഒരു സ്ക്രീനിൽ കൂടി കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു കാര്യമാണ്. ഇപ്പം ഞാനിപ്പോൾ ഇന്നാളെ ഇതുപോലെ ഒരു പ്രമുഖനായ ഒരു വ്യക്തിയോട് ഇതുപോലെ സംസാരിച്ചു. ഞാനിങ്ങനെ വലിയതല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യൂട്യൂബ് അല്ലെങ്കിൽ നല്ലൊരു ചാനല് അങ്ങനെ ഒരു സംഭവം എല്ലാവരും പറയണ പോലെ ഞാനും ചെയ്തിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ചോദിച്ചു, എങ്ങനെ ഇപ്പോൾ 5,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയില്ല, ഒരു 3-4 പേരൊക്കെ ഉണ്ട്, കുറച്ച് കുറച്ച് പേര് കാണുന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞ ഒരു കാര്യം, നീ ഒരു 500-1000 സബ്സ്ക്രൈബേഴ്സൊക്കെ അതിന് ശേഷം എന്നെ വിളിച്ചാൽ മതി, അല്ലാതെ ഞാൻ അങ്ങനെയൊന്നും ഈ പൂപ്പ പരിപാടിക്കൊന്നും ഞാൻ വരില്ല എന്ന് പറഞ്ഞാണ്. എനിക്ക് അത് കേട്ടപ്പോൾ കുറച്ചൊരു വിഷമമായി. കാരണം വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇത്രയും പ്രതീക്ഷിക്കുന്നില്ല, ഇതിൻ്റെ ഈ ഘട്ടങ്ങൾ നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ നേരെ തിരിച്ച് പറയാണ്. അതായത് നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ വേണം, വിലയേറിയ സബ്സ്ക്രൈബ് വേണം, വിലയേറിയ വ്യൂസ്. അതായത് നിങ്ങൾ ഈ പ്രോഗ്രാം കാണണം. നമ്മൾ പറഞ്ഞ പോലെ ഒരു 10 രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്കൊരു 5 രൂപ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമുക്കത് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരാളെ കാണിച്ചു കൊടുക്കാം, ഒരു വയ്യാത്ത അല്ലെങ്കിൽ ഇപ്പോൾ തീരെ ബുദ്ധിമുട്ടുള്ള ഒരു വീട്, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരുടെ ബാങ്കിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ ഞാൻ എല്ലാം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ. ഓക്കെ.